ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു റോഡ് ടു ജോബ്. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെൻറ്റ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ പുതിയ നോട്ടിഫിക്കേഷനാണ്. ഈ നോട്ടിഫിക്കേഷൻ വന്നത് 21 ഓഗസ്റ്റ് 2024 ആണ്. ലാസ്റ്റ് ഡേറ്റ് ഓഫ് സബ്മിഷൻ ഓഫ് ഓൺലൈൻ ആപ്ലിക്കേഷൻ 20th സെപ്റ്റംബർ 2024 ആണ്. അപ്പോൾ എല്ലാവർക്കും സമയമുണ്ട് അപ്ലൈ ചെയ്യാനായിട്ട്. 49 പോസ്റ്റ് ഇൻ അസിസ്റ്റൻറ്റ് മാനേജർ ഗ്രേഡാണ് ഇപ്പോൾ നോട്ടിഫൈ ചെയ്തിട്ടുള്ള പോസ്റ്റിൻ്റെ ഡീറ്റെയിൽ. അപ്പോൾ എക്സാം പാറ്റേണിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഫേസ് 1, ഫേസ് 2, ഫേസ് 3 3 ഘട്ടങ്ങളിലായിട്ടായിരുന്നു എക്സാം. ഫേസ് 1 ഓൺലൈൻ പ്രിലിമിനറി എക്സാമാണ്, ഒബ്ജക്റ്റീവ് ടൈപ്പ്. ഫേസ് 2 ഡിസ്ക്രിപ്റ്റീവ് എക്സാമിനേഷൻ ആയിരിക്കും. ഫേസ് 3 ഇൻ്റർവ്യൂ ആയിരിക്കും. അപ്പോൾ പോസ്റ്റിൻ്റെ നമ്പർ ഓഫ് പോസ്റ്റ് നോക്കുകയാണെങ്കിൽ അസിസ്റ്റൻറ്റ് മാനേജർ ജനറൽ കാറ്റഗറി 21, EWS കാറ്റഗറി 4, OBC കാറ്റഗറി 12, ഷെഡ്യൂൾ കാസ്റ്റ് 8, ഷെഡ്യൂൾ ട്രൈബ് 4, അങ്ങനെ ടോട്ടൽ 49 പോസ്റ്റാണ്. ഇനിയും ആൻറ്റിസിപ്പേറ്റഡ് വാക്കൻസി വരാം. ടെൻറ്റേറ്റീവ് ഷെഡ്യൂളും ഇവർ കൊടുത്തിട്ടുണ്ട്. 21 ഓഗസ്റ്റിനാണ് ഓൺലൈൻ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ലാസ്റ്റ് ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷൻ 20th സെപ്റ്റംബർ 2024. ഓൺലൈൻ പ്രിലിമിനറി എക്സാമിനേഷൻ ഒബ്ജക്റ്റീവ് ടൈപ്പ് വിൽ ബി ഇൻഫോംഡ് ഇൻ ഡ്യൂ കോഴ്സ്. പെട്ടെന്ന് തന്നെ വരുമായിരിക്കും. ഇതാണ് വെബ്സൈറ്റ്. അപ്പോൾ ഇത് ലേറ്റസ്റ്റ് അപ്ഡേറ്റിനായിട്ട് ഈ വെബ്സൈറ്റ് സന്ദർശിക്കുക. നെക്സ്റ്റ് പാർട്ട് നോക്കാൻ പോകുന്നത് എലിജിബിലിറ്റി ക്രൈറ്റീരിയ ആണ്. 21നും 30 ഏജിനും ഇടയ്ക്കുള്ള ഉദ്യോഗാർത്ഥികൾക്കാണ് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും. പക്ഷേ എന്നാലും റിലാക്സേഷൻ ഓരോ കാറ്റഗറിക്കും ഡിഫറെൻ്റ് ആണ്. ഷെഡ്യൂൾ കാസ്റ്റ്, ഷെഡ്യൂൾ ട്രൈബ് 5 years റിലാക്സേഷൻ ഉണ്ട്. OBC 3 year റിലാക്സേഷൻ ഉണ്ട്. PWD തന്നെ ലാറ്ററൽ കാറ്റഗറൈസേഷൻ ഉണ്ട്. SC ST 15, OBC 13, ജനറൽ 10 വർഷത്തെ റിലാക്സേഷൻ ഉണ്ട്. അതുപോലെ തന്നെ എക്സ് സർവീസ്മെന് 5 years ആണ് റിലാക്സേഷനായിട്ട് വരുന്നത്. അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസിനെ കുറിച്ചാണ്. ഓരോ പോസ്റ്റിൻ്റെയും എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസ് ടേബിളർ കോളത്തിൽ കൊടുത്തിട്ടുണ്ട്. ക്വാളിഫിക്കേഷൻ റിക്വയർഡ്, ആക്ച്വലറീസ് നമ്പർ ഓഫ് പോസ്റ്റ് 5 ഉണ്ട്. ഗ്രാജുവേഷൻ വിത്ത് മിനിമം 60% ഓഫ് മാർക്ക് ആൻഡ് 7 പേപ്പേഴ്സ് പാസ്ഡ് ഓഫ് IAI ആസ് പെർ 2019 കരിക്കുലം. നെക്സ്റ്റ് ഫിനാൻസ് സ്ട്രീമാണ്. നമ്പർ ഓഫ് പോസ്റ്റ് 5, ഗ്രാജുവേഷൻ വിത്ത് മിനിമം 60% ഓഫ് മാർക്ക്. ലോ സ്ട്രീം 5 പോസ്റ്റാണ്. ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ ലോ വിത്ത് 60% മാർക്ക്. IT സ്ട്രീം ആണെങ്കിൽ 5 പോസ്റ്റ് ഉണ്ട്. ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻസ്, ഇൻഫർമേഷൻ ടെക്നോളജി, കമ്പ്യൂട്ടർ സയൻസ്, സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് വിത്ത് മിനിമം 60% മാർക്ക്. ഓർ മാസ്റ്റേഴ്സ് ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ MCA വിത്ത് 60% മാർക്ക്. ഓർ ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ എനി ഡിസിപ്ലിൻ, മിനിമം 2 year ഡ്യൂറേഷൻ ഉണ്ടാവണം. കമ്പ്യൂട്ടർ നോളജ് ഉള്ള കോഴ്സായിരിക്കണം. 60% മാർക്കാണ്. റിസർച്ച് സ്ട്രീമിൽ 5 പോസ്റ്റ് ഉണ്ട്. മാസ്റ്റേഴ്സ് ഡിഗ്രി ഓർ 2 years പോസ്റ്റ് ഗ്രാജുവേറ്റ് ഇൻ ഡിപ്ലോമ ഇൻ എക്കണോമിക്സ്, എക്കണോമെട്രിക്സ്, ക്വാണ്ടിറ്റേറ്റീവ് എക്കണോമിക്സ്, അങ്ങനെ ഒരുപാട് കോഴ്സുകൾ കൊടുക്കുന്നുണ്ട്. 60% മാർക്കാണ് ചോദിക്കുന്നത്. ജനറലിസ്റ്റ് 24 പോസ്റ്റാണ്. ഏറ്റവും കൂടുതൽ പോസ്റ്റ് ഇതാണ്. ഗ്രാജുവേഷൻ വിത്ത് മിനിമം 60% ഓഫ് മാർക്ക്. കാൻഡിഡേറ്റ് ഷുഡ് പോസസ് നോളജ് ഓഫ് കമ്പ്യൂട്ടർ ഓപ്പറേഷൻസ്. അപ്പോൾ എല്ലാവർക്കും കമ്പ്യൂട്ടർ നോളജ് ഉണ്ടായിരിക്കേണ്ടത് നിർബന്ധമാണ്. SC ST കാൻഡിഡേറ്റ്സിന് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസിൽ 5% റിലാക്സേഷൻ ഉണ്ട്. അപ്പോൾ 55% മതിയായിരിക്കും. ഇക്വലൻസ് CGPA ഓർ ക്ലാസ് ഓർ ഡിവിഷൻ അഗ്രിഗേറ്റ് പെർസെൻറ്റേജ് ഓഫ് മാർക്ക്. അപ്പോൾ 6.75 10 point സ്കെയിലിൽ കിട്ടുവാണെങ്കിൽ ഫസ്റ്റ് ക്ലാസ്സാണ് 60% മാർക്കാണ്. 6.25 സെക്കൻഡ് ക്ലാസ് 55, 5.75 സെക്കൻഡ് ക്ലാസ് 50%. സെലക്ഷൻ പ്രോസസ്സ് നോക്കുവാണെങ്കിൽ ഫേസ് 1 ഓൺലൈൻ പ്രിലിമിനറി എക്സാമിനേഷൻ ഒബ്ജക്റ്റീവ് ടൈപ്പ് ആയിരിക്കും എക്സാമിനേഷൻ. ഫേസ് 2 എക്സാമിനേഷൻ ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് ആയിരിക്കും. ഫേസ് 1 എക്സാമിനേഷൻ ക്വാളിഫൈ ചെയ്താലേ ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് എക്സാം എഴുതാൻ പറ്റൂ. ടോട്ടൽ നമ്പർ ഓഫ് വാക്കൻസിയുടെ 20 മടങ്ങ് ഉദ്യോഗാർത്ഥികളെ ഫേസ് 2 ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് എക്സാമിനേഷനിലേക്ക് ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടുന്നതാണ്. അതുപോലെ തന്നെ ഫേസ് 1 ഓൺലൈൻ പ്രിലിമിനറി എക്സാമിനേഷൻ മാർക്ക് വിൽ നോട്ട് കൗണ്ട് ഫോർ ഇൻ്റർവ്യൂ ഓർ ഫൈനൽ സെലക്ഷൻ. അപ്പോൾ ഇത് ക്വാളിഫയിങ് പേപ്പർ മാത്രമാണ് ഫേസ് 1 എക്സാമിനേഷൻ. ഫേസ് 2 ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് എക്സാമിനേഷൻ 3 പേപ്പറിലായിരിക്കും. ഫേസ് 3 ഇൻ്റർവ്യൂ ആണ്. ഓൾ ടുഗദർ ടോട്ടൽ മാർക്ക് കണക്കാക്കപ്പെടുന്നത് ഫേസ് 2 ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പിൻ്റെയും ഫേസ് 3 ഇൻ്റർവ്യൂയുടെ മാർക്ക് ഓൾ ടുഗദർ ആയിട്ടാണ് ഫൈനൽ മാർക്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യപ്പെടുക.
ഓൺലൈൻ പ്രിലിമിനറി എക്സാമിനേഷൻ 4 ടൈപ്പ് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. ഫസ്റ്റ് വൺ ടെസ്റ്റ് ഓഫ് റീസണിങ് 40 ക്വസ്റ്റ്യൻസ്, മാക്സിമം മാർക്ക് 40 എന്ന് വെച്ചാൽ 1 മാർക്കായിരിക്കും ഒരു ക്വസ്റ്റ്യന്. ടെസ്റ്റ് ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ് 40 ക്വസ്റ്റ്യൻ 40 മാർക്ക്. ടെസ്റ്റ് ഓഫ് ജനറൽ അവയർനെസ് 40 മാർക്ക് 40 ക്വസ്റ്റ്യൻ. ടെസ്റ്റ് ഓഫ് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് 40 മാർക്ക് 40 ക്വസ്റ്റ്യൻ. ടോട്ടൽ 90 മിനിറ്റ്സ് ആയിരിക്കും ഡ്യൂറേഷൻ. 160 ക്വസ്റ്റ്യൻസ്, മാക്സിമം മാർക്ക് 160. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, നെഗറ്റീവ് മാർക്ക് ഉണ്ടായിരിക്കുന്നതാണ്. ടെസ്റ്റ് ഇംഗ്ലീഷിലും ഹിന്ദിയിലുമായിരിക്കും. ഫേസ് 2 ഡിസ്ക്രിപ്റ്റീവ് എക്സാമിനേഷൻ 3 സബ്ജക്റ്റ് ആയിരിക്കും. ഇംഗ്ലീഷ് പേപ്പർ 1, പേപ്പർ 2 എക്കണോമിക് ആൻഡ് സോഷ്യൽ ഇഷ്യൂസ് ഇമ്പാക്റ്റ്, നെക്സ്റ്റ് ഇൻഷുറൻസ് ആൻഡ് മാനേജ്മെൻറ്റ്. അപ്പോൾ ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് ആയിരിക്കും. എല്ലാം 100 മാർക്കിൽ തന്നെയാണ്. ഡ്യൂറേഷൻ 60 മിനിറ്റ് ആയിരിക്കും ഓരോ സബ്ജക്റ്റും. ടെസ്റ്റ് വിൽ ബി ഇൻ ഇംഗ്ലീഷ് ആൻഡ് ഹിന്ദി. ഫേസ് 3 ഇൻ്റർവ്യൂ ആണ്. ഫേസ് 2 ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് ക്വാളിഫൈ ചെയ്തവർക്കാണ് ഇൻ്റർവ്യൂവിലേക്ക് ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടുന്നത്. IRDAI ഇൻ്റർവ്യൂ ടൈം ആൻഡ് വെന്യൂ അറിയിക്കുന്നതാണ്. നെക്സ്റ്റ് പറയാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യം പേ സ്കെയിലാണ്. ഏകദേശം ഇനിഷ്യൽ ബേസിക് പേ 44,500 ആണ്. എക്സ്ട്രാ അലവൻസസ്, ഡിയർനെസ് അലവൻസ്, ഹൗസ് അലവൻസസ്, ക്വാളിഫിക്കേഷൻ അലവൻസസ്, സിറ്റി കോമ്പൻസേറ്ററി അലവൻസസ്, ഗ്രേഡ് അലവൻസസ് ആൻഡ് അതർ പെർക്വിസിറ്റ്സ് ആസ് അപ്രൂവ്ഡ് ഫ്രം ലൈം ടു ലൈം. അങ്ങനെ ഒരുപാട് അലവൻസ് ഈ പോസ്റ്റിനുണ്ട്. ഏകദേശം ടോട്ടൽ ഞെട്ടിക്കുന്നതാണ്. മന്ത്ലി സാലറി ആയിട്ട് വരുന്നത് 1,46,000 റുപ്പീസാണ് ടോട്ടൽ ഗ്രോസ് സാലറി ആയിട്ട് ഒരു മാസം നമ്മുടെ കൈകളിലേക്ക് എത്തുക. അപ്പോൾ എല്ലാവരും ഈ പോസ്റ്റിന് വളരെയധികം പ്രിപ്പയർ ചെയ്യുക. കാരണം നല്ലൊരു സാലറി ഉള്ള പാക്കേജ് ഉള്ളൊരു പോസ്റ്റാണ്. സീനിയോറിറ്റി വിൽ ബി കൗണ്ടഡ് ആസ് പെർ ദ പബ്ലിഷ്ഡ് റാങ്ക് ലിസ്റ്റ്. എക്സാമിനേഷൻ സെൻറ്റർ കേരളത്തിൽ തിരുവനന്തപുരം ആയിരിക്കാനാണ് ചാൻസ്. അപ്പോൾ ടോട്ടൽ കേരളത്തിൽ തിരുവനന്തപുരം തന്നെയാണ് എക്സാമിനേഷൻ സെൻറ്ററായിട്ട് കൊടുത്തിരിക്കുന്നത്. ഇത് ഓൾ ഇന്ത്യ ലെവൽ പോസ്റ്റ് ആയതുകൊണ്ട് തന്നെ വളരെ ലിമിറ്റഡ് ആയിട്ടാണ് ഇവർ സെൻറ്റർ കൊടുത്തിരിക്കുന്നത്. ലക്ഷദ്വീപിലും സെൻറ്റർ ഉണ്ട്. കവരത്തി ഐലൻഡിലാണ് ലക്ഷദ്വീപിലെ ഫേസ് 1 എക്സാമിനേഷൻ സെൻറ്റർ. SC ST PWDക്ക് 100 രൂപയാണ് ഇൻറ്റിമേഷൻ ചാർജ് ആയിട്ടാണ് കാണുന്നത്. അതർ ദാൻ SC ST PWD 750 റുപ്പീസ് എക്സാമിനേഷൻ ചാർജ് ആയിട്ടുണ്ട്. സിലബസ് ഫോർ ഫേസ് 2 ഡിസ്ക്രിപ്റ്റീവ് എക്സാമിനേഷൻ്റെ പക്ക സിലബസ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇംഗ്ലീഷ്, എക്കണോമിക്സ് ആൻഡ് സോഷ്യൽ ഇഷ്യൂസ്. അപ്പോൾ സിലബസ് ഫോളോ ചെയ്യുക. സ്പെസിഫിക് ആയിട്ട് സിലബസ് കൊടുത്തിട്ടുണ്ട്, ഇൻഷുറൻസ് ആൻഡ് മാനേജ്മെൻറ്റ്. അപ്പോൾ ഈ കാണുന്നതാണ് സിലബസ്. എല്ലാവരും ഈ സിലബസ് ഓറിയൻറ്റഡ് ആയിട്ട് പഠിക്കുക. അപ്പോൾ എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ഈ വീഡിയോ ഉപകാരപ്രദമാകുമെന്ന് വിശ്വസിക്കുന്നു. അപ്ലൈ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഈ നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ ഫ്രീ ആയി അപ്ലൈ ചെയ്ത് തരുന്നതാണ്. അപ്പോൾ ഇതുപോലുള്ള ജോബ് നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്